ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ഫസ്റ്റ് ട്രാവൽ വ്ളോഗ്. അപ്പം ഇന്ന് ചിക്കമംഗ്ലൂരാണ് ഞാനുള്ളത്. അപ്പം ഇവിടെ കോഫി എസ്റ്റേറ്റിനുള്ളിലുള്ള ഒരു ഹോം സ്റ്റേയിലായിരുന്നു കേട്ടോ ഞങ്ങളുള്ളത്. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു ദേവരമനെ വ്യൂ പോയിൻറ്റ്. ഇവിടെ സൺസെറ്റ് കാണാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ചെറുതായിട്ട് ട്രെക്കിംഗ് ചെയ്തിട്ട് വേണം നമ്മൾ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റ് സൺറൈസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് കാലമായിട്ട് ട്രെക്കിംഗ് ചെയ്യാൻ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ഇവിടുന്ന് ഓരോ സ്റ്റേജിലും കയറിക്കൊണ്ടിരിക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ലക്ഷ്യം ആ മലയിലേക്ക് നടന്ന് സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തത് തന്നെ അവിടുത്തെ പൂളിൽ ചാടിയിട്ടായിരുന്നു കേട്ടോ.
ഇന്നത്തെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് യഗാച്ചി ഡാമിലെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ചെയ്തത് സ്പീഡ് ബോട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹലബിഡു ടെമ്പിളാണ്. ഇവിടെ ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു 4 മണിയൊക്കെ ഈവനിങ് ആയപ്പോഴാണ് എത്തിയത്. ഇതൊരു 12th സെഞ്ച്വറിയിൽ പണിത ഒരു ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആർട്ട് വർക്ക് ഉണ്ട്. അതിൽ കുറച്ചൊക്കെ ഇതുപോലെ നാശമായിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളും കല്ലിൽ തന്നെ ചെയ്തിരിക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സീലിങ്ങിൽ വരെ ഭയങ്കര വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ സ്ഥലവും ഫുൾ ആർട്ട് വർക്ക്. ഇത് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരുണ്ടെങ്കിൽ പോലും ഭയങ്കര ഒരു പീസ്ഫുൾ സ്ഥലമായിട്ടാണ് തോന്നുന്നത്. ഇത്രയായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. ഇത് ഞാൻ വീണ്ടും എന്താ പറയുക ആ വാട്ടർഫോൾസ് റീവിസിറ്റ് ചെയ്തപ്പോൾ എടുത്ത വീഡിയോസാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റേ ചെയ്ത ആ ഒരു പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു വാട്ടർഫോളാണ്. പക്ഷേ ഈ സ്ഥലം ഭയങ്കര എനിക്കിഷ്ടമായി. കാരണം ഭയങ്കര കാം ആൻഡ് പീസായിരുന്നു ഈ സ്ഥലം. ഞാൻ ഈ സ്ഥലത്ത് ചെന്നപ്പോഴൊന്നും ഞാൻ ഒരിക്കലും വ്ലോഗ് ചെയ്യണമെന്നും വീഡിയോസ് എടുക്കണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വൺസ് ഐ വെൻ്റ് എനിക്കെന്താ പറയുക, എനിക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അതെപ്പോഴും ഒരു മെമ്മറി ആയിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ.